ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ സ്പെഷ്യൽ വഴുതനങ്ങ വെച്ചിട്ട് ഒരു കിടിലൻ കറിയാണ് കേട്ടോ റെഡിയാക്കാൻ പോണേ. ഈ കറി ചോറിനായാലും ബ്രേക്ക്ഫാസ്റ്റിനായാലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റും. അത്രയ്ക്കും ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ്. 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ പെരുംജീരകം, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ മല്ലി, 4 വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 4 ചുവന്ന മുളക്, 10 ചെറിയ ഉള്ളി, നല്ല വലിപ്പമുള്ള ഒരു തക്കാളി ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം. തക്കാളി നല്ലോണം സോഫ്റ്റ് ആകുമ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. പൊടികളുടെ പച്ചമണം പോട്ടെ. പൊടികളുടെ പച്ചമണം പോയിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചിരകിയ നാളികേരം ചേർക്കുന്നുണ്ട്. നാളികേരം കളറൊന്നും മാറണ്ട, ഒന്ന് ചൂടായാൽ മാത്രം മതി. നാളികേരം ചൂടായതും ഫ്ലെയിം ഓഫാക്കിയിട്ട് ഈ മിക്സ് തണുത്തതിന് ശേഷം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. അരച്ച പേസ്റ്റ് ഒരു ബൗളിലേക്ക് ചേർക്കുന്നുണ്ട്. അരയ്ക്കുമ്പോൾ ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. വെള്ളം ചേർക്കാണ്ട് അരയ്ക്കണം. നമുക്ക് ഈ പേസ്റ്റിൽ നിന്ന് കുറച്ച് മാറ്റാനുള്ളതാണ്. 3 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. ഇത് മുറിച്ചെടുക്കാം. അറ്റം മുട്ടിക്കണ്ട കേട്ടോ. മുറിക്കുമ്പോൾ ഇതുപോലെ മുറിച്ചെടുക്കണം. ബാക്കി 2 മുറിച്ചെടുക്കാം. 3 നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ റെഡിയാക്കി വെച്ചേക്കണേ മസാല ഇതിൻ്റെ ഉള്ളിലേക്ക് കുറേശ്ശെ നിറച്ച് കൊടുക്കാം. ഉള്ളിൽ എല്ലാ ഭാഗം 4 ഭാഗം മസാല ആക്കിയിട്ടിട്ടാ. ഇതുപോലെ ബാക്കി 2ലും മസാല ആക്കി എടുക്കണം. 3ലും മസാല നിറച്ചെടുത്തു. ഇനി നമുക്ക് ഈ മസാലയിൽ ജാറ് കഴുകിയ വെള്ളം ചേർക്കാം. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് പൊട്ടിക്കഴിയുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, കുറച്ച് വേപ്പില, 2 ചുവന്ന മുളക്. ഇതിലേക്ക് നമ്മൾ മസാല പരത്തി വെച്ചേക്കണ വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. അടച്ചു വെച്ച് തിരിച്ചും മറിച്ചിട്ട് വഴുതനങ്ങ നല്ലോണം കളർ മാറി എടുക്കണം. വഴുതനങ്ങ ആയിട്ടിട്ടാൽ ഞാൻ 2-3 പ്രാവശ്യം തുറന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത്രയ്ക്ക് കളർ മാറി വരുമ്പോൾ ഇതിലേക്ക് 10 വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളി കളറൊന്നും മാറണ്ട, ഒന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതി. 10-15 ചെറിയ ഉള്ളി ചേർക്കുന്നുണ്ട്. ഉള്ളി ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം. ഉള്ളി സോഫ്റ്റ് ആകുമ്പോൾ നമ്മൾ ബാക്കി വെച്ചേക്കണ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയൊക്കെ മിക്സ് ചെയ്യുമ്പോൾ വഴുതനങ്ങ പൊട്ടാണ്ട് നോക്കണം. ഈ കറിയിൽ വഴുതനങ്ങ ഇങ്ങനെയുള്ളതാണ് ടേസ്റ്റ്. നിങ്ങൾക്ക് ഈ സമയത്ത് എത്ര ചാറ് വേണോ അതനുസരിച്ച് വെള്ളം ചേർത്തോളൂ. വെള്ളം ചേർക്കുമ്പോൾ ചൂടുവെള്ളം ചേർത്താൽ മതി. കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുത്ത് വെള്ളത്തിൽ കുതിർത്തി വെച്ചേക്കുന്നതാണ്. അത് പിഴിഞ്ഞൊഴിക്കാം. ഇനി എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. അടച്ചു വെച്ച് 10 മിനിറ്റ് നമുക്ക് തിളപ്പിച്ചെടുക്കാം. 10 മിനിറ്റ് നല്ലോണം തിളപ്പിച്ചു വിട്ടാൽ നമ്മൾ 10 മിനിറ്റ് തിളപ്പിക്കുമ്പോൾ തന്നെ എണ്ണയൊക്കെ തെളിഞ്ഞ് ഇതുപോലെ കാണും കേട്ടോ. ഇനി മല്ലിയില ഇട്ട് ഫ്ലെയിം ഓഫ് ആക്കാം. അത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റുള്ള കറിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടമാവും. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു. ബൈ.